അങ്ങനെ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 174 എന്ന നിലയിലാണ്. ഇനിയും 137 റൺസ് വേണം ആക്ച്വലി ഇംഗ്ലണ്ടിൻ്റെ സ്കോർ മറികടക്കണമെങ്കിൽ. പക്ഷേ അതൊന്നും അല്ല ഇന്ത്യയുടെ ലക്ഷ്യം. സമനില. ഇന്നത്തെ 90 ഓവർ നിൽക്കുക, നിന്ന് സമനില ആക്കുക എന്നുള്ളതാണ്. 63 ഓവറോളം ഇതിനോടകം ബാറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 17 ഓവർ കഴിയുമ്പോൾ ഒരു ന്യൂ ബോൾ എടുക്കും. ആ ന്യൂ ബോളിൻ്റെ ഒരു പരീക്ഷണം അതിജീവിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് കടമ്പ തന്നെയാണ്. കാരണം 5-ാം ദിവസത്തെ പിച്ചാണ്. പക്ഷേ നമ്മുടെ ബാറ്റ്സ്മാൻമാർക്ക് അത് സാധിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജയ്ക്ക് ഇന്ന് ഫുൾ സ്വാതന്ത്ര്യമാണ്. റണ്ണൊന്നും എടുക്കണമെന്നില്ല. മുട്ടി നിന്നോ. വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഒക്കെ ഡേ ആണെന്ന്. മുട്ടി നിന്നോ, 90 ഓവർ നിന്നോ. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓൾ ഔട്ട് എന്നൊരു ചിന്തയെ ഇന്ത്യക്ക് ഉണ്ടാവാൻ പാടില്ല. റണ്ണ് വേണ്ട. ആക്ച്വലി റണ്ണം കൊണ്ടൊരു കാര്യമില്ല. ഇനിയിപ്പം ഈ പറയുന്ന 311 പകരം ഇന്ത്യ 511 അടിച്ചാലും 200 റൺസ് ലാസ്റ്റ് സെഷനിൽ ഇംഗ്ലണ്ടിന് കൊടുത്താലും ഒരു 30 ഓവർ ബാറ്റ് ചെയ്യാൻ കൊടുത്താലും അവരത് ചേസ് ചെയ്തെടുക്കും. അതുകൊണ്ട് ഇംഗ്ലണ്ടിന് ഇനി ബാറ്റിങ്ങിന് ഗ്രൗണ്ടിലേക്ക് ഇറക്കുക എന്നുള്ള ചിന്തയെ ഇന്ത്യക്ക് വേണ്ട. മുട്ടി അങ്ങോട്ട് നിന്നു. ഇതാണ് ഈ ഇന്നിങ്സാണ് മുട്ടേണ്ടത്. അല്ലാണ്ട് ആദ്യത്തെ ആ ഇന്നിങ്സ് ആയിരുന്നില്ല മുട്ടേണ്ടിയിരുന്നത്. അത് മുട്ടിയാണ് ഈ ഗതി ആയത്. പക്ഷേ ഈ ഇന്നിങ്സ് മുട്ടി നിൽക്കുക.